ഡൊണാൾഡ് ട്രംപിന്റെ സ്വയറിംഗ് ഇൻ സെറിമണി അന്ന് നമ്മൾ കണ്ടതാണ്. അതിലെ പ്രഖ്യാപനങ്ങളും പുതിയ നയമാറ്റങ്ങളും ഒക്കെ കണ്ടതാണ്. അതിൽ പല എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലും ഒപ്പുവെച്ചതുമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഈ ഇറക്കുമതി തീരുവ, ഉയർന്ന തീരുവ, അത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്നാണ്. അപ്പോൾ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരണങ്ങൾ ഉണ്ടാവുക? ഈ മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 25% തീരുവയാണല്ലോ കൂട്ടിയിരിക്കുന്നത്. പ്രജിൻ, ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു തീരുമാനമാണിത്. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും US വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തുമെന്നാണ് വൈറ്റ് ഹൗസ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% ഏർപ്പെടുത്തുക. ശനിയാഴ്ച മുതലായിരിക്കും ഇത് നിലവിൽ വരിക. ഇതോടെ ഈ രാജ്യങ്ങളിൽ നിന്ന് US വരുന്ന ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുവാൻ ഈ പുതിയ തീരുമാനം കാരണമാകും. US പ്രസിഡന്റായി അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ ഈ താരിഫുകൾ പുറപ്പെടുവിക്കുമെന്ന് ട്രംപ് അന്ന് പറഞ്ഞിരുന്നു. അതുപോലെ US ഈ അനധികൃത ഫെന്റനൈൽ ഇറക്കുമതി ചെയ്തതിനുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ഈ ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നതിന്റെ പ്രധാന കാരണമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. 3 രാജ്യങ്ങളുമായി US അതുപോലെ വ്യാപാര കമ്മിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരുവ ഒഴിവാക്കുവാൻ കഴിയില്ലെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ കാനഡ, മെക്സിക്കോ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അതുപോലെ കളിപ്പാട്ടങ്ങൾ, ഷൂസ്, ഇങ്ങനെ തടി, കാറുകൾ എന്നിവയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് US ഉപഭോക്താക്കളും ബിസിനസ്സുകാർക്കും നൽകുന്ന പുതിയ തുക, പുതിയ ഈ ചുങ്കം ഏർപ്പെടുത്തിയതോടുകൂടി ഈ താരിഫുകളൊക്കെ വർദ്ധിപ്പിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. എണ്ണ, പ്രകൃതി വാതക ഇറക്കുമതിക്ക് പുറമെ കമ്പ്യൂട്ടർ ചിപ്പുകൾ, സ്റ്റീൽ, അലൂമിനിയം എന്നിവയ്ക്കും വരും ആഴ്ചകളിൽ തീരുവ ഏർപ്പെടുത്തുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പ്രജിൻ. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അമേരിക്കയിൽ ട്രംപ് കൊണ്ടുവരുന്ന നയങ്ങൾ അത് ലോകമാകമാനം വ്യാപിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില കുത്തനെ കൂടിയതും രൂപയുടെ മൂല്യം താഴേക്ക് പോയതുമൊക്കെ. അപ്പോൾ ഈ ട്രംപൻ നയങ്ങൾ ഇനി എങ്ങനെ ഭാവിയിൽ ഓരോ രാജ്യങ്ങളെയും ബാധിക്കും, അതുകൂടെ കണക്കിലെടുത്ത് വേണം ഇന്നത്തെ ബജറ്റ് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം.